വട കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അടിപൊളിയാണ്. പക്ഷേ ഉഴുന്ന് വടയൊക്കെ തയ്യാറാക്കി എടുക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. നമ്മൾ എത്രയൊക്കെ പെർഫെക്റ്റ് ആക്കാൻ നോക്കിയാലും എന്തേലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളമാവും. പക്ഷേ അതേപോലെ അങ്ങനെ ഒരു ടേസ്റ്റിൽ നമുക്ക് നല്ലൊരു വട തയ്യാറാക്കിയെടുക്കാം. ഒരു തരത്തിലും ആ ഒരു ഷേപ്പിലോ സൈസിലോ ഒന്നും ഒരു വ്യത്യാസവും വരാതെ നല്ല അടിപൊളി വട ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം മാവൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. സാധാരണ പച്ചവെള്ളം 2 കപ്പ് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. നെയ്യ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ മെഷറിംഗ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സാധാരണ ഗ്ലാസ് ഉണ്ടല്ലോ, നമ്മൾ ചായ കുടിക്കുന്നതോ വെള്ളം കുടിക്കുന്നതോ ആയ ഒരു ഗ്ലാസ് എടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും അതിലളക്കുക. 1 കപ്പ് റവ എടുക്കുമ്പോൾ നമ്മൾ അതിൽ1 കപ്പ് എടുക്കുക. പിന്നെ വെള്ളമാണെങ്കിലും അങ്ങനെ 2 കപ്പ് അതിൽ തന്നെ എടുക്കുക. അങ്ങനെ എല്ലാ അളവുകളും ഒരൊറ്റ പാത്രത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷറിംഗ് കപ്പിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ലോയിലാക്കി കൊടുക്കുക. എന്നിട്ട് ഈ റവ ചേർത്ത് കൊടുക്കുക. റവ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളൊരു സ്പാച്ചുലയോ മറ്റോ വെച്ചിട്ട് നന്നായിട്ട് അടി ചേർത്ത് ഇളക്കിയെടുക്കുക. ഫ്ലെയിം ഏറ്റവും കുറച്ച് തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യും. റവ കുക്കായി കിട്ടില്ല. ഇതിപ്പോൾ റവ നന്നായിട്ട് കുക്കായി നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരണം. നന്നായിട്ട് ഇളക്കണം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ നമ്മുടെ ഈ സ്പാച്ചുല എത്തണം. അങ്ങനെ മിക്സ് ചെയ്ത് ദാ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റി ദാ ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരവസ്ഥയാകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചൂടാറാനായിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കണം. ഒരുപാടങ്ങ് ചൂടാറി ഡ്രൈ ആവരുത്. എന്നാലും അത്യാവശ്യം നമ്മുടെ കൈ കൊണ്ട് തൊടണമല്ലോ, ആ ഒരു പരുവം വരെ ഒന്ന് ചൂടാറ്റി എടുക്കുക. ഈ മാവ് ചൂടാറി കിട്ടാനായിട്ട് ഒരുപാട് നേരം തുറന്ന് വെച്ചിരിക്കരുത്. ചെറിയ കണ്ണാപ്പയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവില്ല. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണമല്ലോ. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ആദ്യം ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ ഇടിയപ്പം പത്തിരിപ്പൊടി ഉണ്ടല്ലോ, വളരെ നൈസായിട്ടുള്ള പൊടി, ആ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കയ്യിൽ വീണ്ടും ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശെ വേണം ചേർക്കാനായിട്ട്. ആദ്യമേ ഒരുപാട് പൊടി വാരി ഇടരുത്. ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ പൊടി കൂടെ ചേർത്തിട്ട് അങ്ങനെ മൊത്തത്തിലൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ വടയിൽ ചേർക്കുന്നത് പോലെ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6-7 ചെറിയ ഉള്ളി എടുത്ത് അതിനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് കൈവച്ച് ജസ്റ്റ് ഒന്ന് ഞെരടി യോജിപ്പിച്ചിട്ടുണ്ട്. അതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകിനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ച് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചേർത്തത് എരിവില്ലാത്തതാണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള പച്ചമുളക് ചേർക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ എരിവില്ലാത്ത മുളക് ചേർത്തത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് ചതച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഈ മാവിൻ്റെ പുറത്ത് യാതൊരു തരത്തിലുള്ള ക്രാക്കുകളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇതാ ഇപ്പോൾ നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുഴച്ച് വന്നതിന് ശേഷം നമ്മുടെ കൈ ഒന്ന് നല്ലതുപോലെ കഴുകണം. കഴുകിയതിന് ശേഷം വീണ്ടും കുഴച്ചെടുക്കുകയാണെങ്കിൽ കയ്യിലൊട്ടി പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് വേണം കുഞ്ഞു വടകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിന് മുൻപ് ഒന്നുകിൽ നമ്മുടെ കയ്യിൽ നന്നായിട്ട് വെള്ളം നനയ്ക്കുക, അല്ലെങ്കിൽ നല്ലതുപോലെ എണ്ണ പുരട്ടുക. എന്നിട്ട് ഒരു നാരങ്ങയുടെ വലിപ്പത്തിനുള്ള ബോൾസ് അതിൽ നിന്ന് എടുത്തതിന് ശേഷം അതും നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി എടുക്കണം. പുറത്തൊന്നും ക്രാക്കൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഉഴുന്ന് വടയ്ക്ക് ചെയ്യുന്നത് പോലെ കയ്യിലെ വെള്ളയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു ഹോളും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വട റെഡിയായി. ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കുഴച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം. നമുക്ക് മുഴുവനായിട്ടും ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 എണ്ണം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ബാക്കി മാവിനെ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്.
നമുക്ക് ആദ്യത്തെ ഒരു സെറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം അടുത്തത് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ഈ വടകൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 എണ്ണം മാത്രമേ ഞാനിപ്പോൾ ഇടുന്നുള്ളൂ. ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒരുപാട് ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ റവ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങനെ കുക്കാകാനൊന്നുമില്ല. നമ്മൾ ഈ എണ്ണയിലേക്ക് വട ഇട്ട് കഴിഞ്ഞൊരു 2 മിനിറ്റ് നേരത്തേന് ഒന്നും തൊടാനോ ഒന്നും പാടില്ല. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ശ്രദ്ധിച്ചോളുക. നമ്മുടെ അടുപ്പിനും ഫ്ലെയിമിനും ഒക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ തീ കൂടുതലോ കുറവോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോളുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചോളുക. ഇപ്പോൾ ഭയങ്കര പരിചയ സമ്പത്തുള്ളവരോടൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് തുടങ്ങുന്ന കുട്ടികളുണ്ടല്ലോ, അവർ എണ്ണയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ദൂരേക്ക് നിൽക്കുക. അല്ലെങ്കിൽ കുറച്ച് നീളമുള്ള കണ്ണാപ്പയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വേണം തിരിച്ചും മറിച്ചുമൊക്കെ ഇടാനായിട്ട്. ഇത്രയും പാചകം ചെയ്യുന്ന ഒരാളായിട്ട് കൂടിയും എൻ്റെ കയ്യിൽ സ്ഥിരം കാണാറുണ്ട് എണ്ണ തെറിച്ച ഒരു പൊള്ളൽ. ഇപ്പോൾ ദാ നമ്മുടെ വട ഏകദേശമൊക്കെ ഒരു കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊരു ഗോൾഡ് കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഒരുപാടങ്ങ് ഗോൾഡ് കളറാക്കരുത്. ചെറിയൊരു ഗോൾഡ് കളർ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. കോരിയെടുക്കുന്നതിന് മുൻപ് നമ്മൾ ഫ്ലെയിം എപ്പോഴും കൂട്ടി വെക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം, ഒരു 5-10 സെക്കൻഡൊക്കെ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം കോരിയെടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സ്നാക്കിനകത്ത് എണ്ണ ഒട്ടും കുടിക്കില്ല. ഇതാ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. ഈസി വട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരിയെടുത്തിട്ട് ഒരു കണ്ണാപ്പയിലേക്കോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിലേക്കോ മാറ്റി കൊടുക്കാം. അടുത്ത തവണ വട ഇടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. ബാക്കിയുള്ള വടയും നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. എനിക്ക് ഈ വടയൊക്കെ വെറുതെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. വെറുതെ ഒരു ചായയുടെയോ കട്ടൻ ചായയുടെയൊക്കെ കൂടെ വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് ചട്നിയൊക്കെ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ നല്ല പുതിനയും മല്ലിയിലയും ഒക്കെ ചേർത്തിട്ട് അടിപൊളി ഒരു തേങ്ങാ ചട്നി ഉണ്ടാക്കിയെടുത്താലും ബെസ്റ്റാണേ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റുള്ളൊരു വടയാണ്. ഇപ്പോൾ മഴയാണല്ലോ, അപ്പോൾ വടയും ചായയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.